അല്ല, ഇറാൻ വെനസ്വേലയായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇറാൻ ഈസ് എ ബിഗ് കൺട്രി, വളരെ റിസോഴ്സ്ഫുൾ കൺട്രിയാണ്. അതുപോലെ അവർ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നവരാണ്. അത് ഇൻ്റർഫിയറൻസ് ഒന്നും അവർ സമ്മതിക്കില്ല. എത്രയോ യുദ്ധങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറാനിലൊന്നും അതുപോലെ ഇടപെടാൻ സാധ്യമല്ല. പക്ഷേ ഒരു സമയത്ത് പ്രസിഡന്റ് പറഞ്ഞു അവിടുത്തെ ഇറാനിയൻസിനെ ദ്രോഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഗൺ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അതൊരു പ്രൊവോക്കേഷൻ എന്നുള്ള നിലയിൽ, ഒരു ഭയപ്പെടുത്തൽ എന്നുള്ള നിലയിലാണ്. പക്ഷേ വെനിസ്വേല എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ആണല്ലോ. സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അത് അമേരിക്കയെ അംഗീകരിക്കാത്തത് ക്യൂബ, നിക്കറാഗ്വ, വെനിസ്വേല മുതലായ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ലെഫ്റ്റിസ്റ്റ് രാജ്യങ്ങളാണ്. മറ്റു രാജ്യങ്ങളൊക്കെ എടുത്താൽ, കോസ്റ്ററിക്കയോ ഏതെടുത്താലും അവരൊക്കെ അമേരിക്കയോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ടൂറിസം, ബിസിനസ്, ട്രേഡ് ഇതിലൊക്കെ താല്പര്യമുള്ളവരാണ്. മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ കൂടുതലും അമേരിക്കയോട് അടുത്ത് പെരുമാറുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളുമാണ്, ക്യൂബ, നിക്കറാഗ്വ, വെനിസ്വേലയാണ് ലെഫ്റ്റിസ്റ്റ് ആയിരുന്നതും അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായി തീർന്നത്. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള വിചാരത്തിലായിരിക്കണം അവർ ഇപ്പോൾ. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇത് വരിക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയുകയില്ല. എവിടെയും ഉണ്ടാകാം. ഇപ്പോൾ സൈനിക നടപടി എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിരാമം തന്നെ മുഴുവനായിട്ടും ആയിട്ടില്ലല്ലോ. ഗാസയിൽ ഇപ്പോഴും ഇസ്രയേലീസ് ആളുകളെ കൊല്ലുന്നുണ്ട്. ഒരു ഫുൾ സീസ് ഫയർ ആയിട്ടില്ല. അതുപോലെ ഹോസ്റ്റേജസിന് മുഴുവനും തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും അവിടെ യുദ്ധം ഉണ്ടാകാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകാം എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതുപോലെയല്ല ഇറാനോ മറ്റേത് രാജ്യമോ. അവിടുത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ മറ്റു തരത്തിൽ കൂടെ നോക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഇതൊരു പ്രത്യേകതയാണ് വെനിസ്വേലയുടേത്. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വേല. കൊളംബിയയിലേക്കുള്ള ഡ്രഗ് ട്രാഫിക്കിംഗ് നിർത്തണമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടി വന്നാൽ കൊളംബിയ ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജ് പ്ലാനാണ്. ഈ ലാറ്റിൻ അമേരിക്കയെ ഇതിൽ നിന്ന്, ഡ്രഗ്സിൽ നിന്നും മോചിപ്പിക്കുക, അതേസമയം തന്നെ അവിടെയുള്ള മറ്റ് ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുണ്ട്. ഇല്ല, ഗ്രീൻലാൻഡും പാനമ കനാലും ഒക്കെ നേരത്തെ കാനഡയും ഇത് മൂന്നുമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളെയും നമുക്ക് കഴിയുമുണ്ട്. പനമ ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്, ഓപ്പറേഷൻ പനമ കനാൽ. അത് തിരിച്ചെടുക്കാനുള്ള ലീഗലായിട്ടുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ. അതുപോലെ ഗ്രീൻലാൻഡിൻ്റെ അവർക്ക് ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ളത്. അത് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ഗ്രീൻലാൻഡിൽ ഇപ്പോൾ ഒരു പുതിയ റെപ്രസെൻറ്റേറ്റീവിനെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. അത് ഡെൻമാർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കാനഡയാണെങ്കിൽ കാനഡ ഒരു 51ാമത്തെ സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞത് എല്ലാവരും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നാലും അവിടെയും കാനഡയുമായിട്ടും അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ അയൽ രാജ്യങ്ങൾ ഒക്കെ ഒന്ന് സ്വന്തം കൈയടക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം അദ്ദേഹം നടത്തുന്നത്. പക്ഷേ എത്രമാത്രം അത് വിജയിക്കും, അതിനുമാത്രമുള്ള സമയം അദ്ദേഹത്തിനുണ്ടോ? ഇപ്പം മിഡ് ടേം ഇലക്ഷൻസ് വരികയാണല്ലോ. കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് മെജോറിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും കോൺഗ്രസ്സിലോ സെൻട്രലിലോ പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം ആ സമയത്ത് കാണണമെന്നില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിലെ അദ്ദേഹത്തിന് മെജോറിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വരികയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തു തീർത്തിരിക്കുന്ന ഇതൊക്കെയാണ്. എല്ലാ രാജ്യങ്ങളെയും, ഈ രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയാൻ സാധ്യമല്ല. ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വീറ്റോ ഉള്ള രാജ്യത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയുമല്ലോ. ഇപ്പോൾ റഷ്യ യുദ്ധം നിർത്താൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്തവർ പറഞ്ഞാലും റഷ്യ വിൽ വീറ്റോ ഇറ്റ്. അപ്പോൾ വീറ്റോ അധികാരമുള്ള രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിയുകയില്ല. അതാണ് പ്രശ്നം. നമ്മളത് ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഏതെങ്കിലും ആക്ഷൻ എടുത്ത് POK തിരിച്ചെടുക്കാനൊന്നും ഇന്ത്യ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യം, ബിക്കോസ് അമേരിക്കൻ ഡെമോക്രാറ്റിക് രാജ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫിലോസഫി പീസ്ഫുള്ളായിട്ട് ഇതൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ POK നമ്മുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയുന്നു. അതേസമയം തന്നെ കാശ്മീർ മുഴുവനായിട്ട് നമ്മുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ
സമാധാനത്തിലൂടെ നേടിയെടുക്കാനായിരിക്കും നാം ശ്രമിക്കുക. പ്രസിഡന്റ് ട്രംപിനെ പോലെയുള്ള ഒരു ആക്രമണമോ ഒന്നും ഇന്ത്യയിലൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.